ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എഗ് പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. മുട്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ്ങും ഇഷ്ടപ്പെടും. മുട്ടയും മുട്ടമാലയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എഗ് പുഡിംഗ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇതിന് എഗ് പുഡിംഗ് എന്നൊന്നുമല്ല കേട്ടോ പറയാറുള്ളത്, മുട്ട ഉറപ്പിച്ചത് എന്നാ പറയല്, പുഡിംഗ് എന്നൊന്നും പറയലില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ആദ്യം ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള കാരമൽ ഒന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്കുള്ളത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കറുത്ത് പോകും. അപ്പോൾ ആ കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിൽ മാത്രമേ നമുക്കിത് വേണ്ടൂ. ഒരുപാട് അങ്ങ് കറുത്ത് പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കളർ മാറിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കൂടുതൽ സമയം വെക്കുന്നില്ല കേട്ടോ. ഇതിനെ നമുക്കൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ മാറ്റണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ക്യാമറ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ പാത്രത്തിലോ മാറ്റാം. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഉള്ളത്. ഈ ഒരു കളറിൽ തന്നെ കിട്ടണം കേട്ടോ, ഒരുപാട് അങ്ങ് കറുത്ത് പോകരുത്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. ഇതൊരു സൈഡിൽ സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് പാലും മുട്ടയുടെയൊക്കെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര മുട്ടയിലേക്കും പാലിലേക്കും മൊത്തത്തിലുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര. ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ എഗ്ഗൊക്കെ ചേർക്കുന്നതല്ല, അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടും ചൂടുള്ള പാലാകുന്ന സമയത്ത്. അപ്പോൾ പാൽ അവിടെ ചൂടാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം മുട്ടയാണ്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പുഡിങ്ങിലേക്ക് ഞാനിപ്പോൾ 4 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ മുട്ടയും പാലൊക്കെ കൂടിയിട്ട് മൊത്തത്തിൽ ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത്, നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടി അടിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ച് വരും. അതുകൊണ്ടാണ് കുറച്ച് ചൂട് മാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റായിട്ടൊന്ന് ഉറച്ച് കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി മൊത്തത്തിലെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി യോജിച്ച് വന്നു കേട്ടോ. നമ്മളിത് സ്പൂണിട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ കുറേ സമയം മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഈ മുട്ടയുടെ മിക്സ് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച് ഈ കാരമൽ ഒഴിച്ച് വെച്ച പാത്രം ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് അവിടെ താഴെ ഉറച്ചിട്ടുണ്ടാവും, പക്ഷെ ആവി കയറ്റുന്ന സമയത്ത് അത് നന്നായിട്ട് മെൽട്ടായിട്ട് ഇതുമായിട്ട് സെറ്റായി വരും കേട്ടോ. ഇതിനെ നമുക്ക് ആവി പാത്രത്തിലേക്ക് മാറ്റാം. ആവിയിൽ വേവിച്ചിട്ടാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ആവി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റാണ് അടച്ചു വെക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 20 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുക്കായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിക്ക് ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കത്തിയോ മറ്റോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെന്തായാലും 20 മിനിറ്റേ സമയം എടുക്കുള്ളൂ കേട്ടോ, കാരണം പാലും മുട്ടയും മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് ഞാനിനി കുറച്ച് സമയം പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാറി അതിനുശേഷം 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പൂണിട്ടിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട, അത് അതുപോലെ തന്നെ നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ മറിച്ചിടുന്നത്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു സൈഡ് പോലും പൊട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. നമുക്കൊരു മുട്ടമാലയൊക്കെ കട്ട് ചെയ്യുന്ന അത്ര സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക. ആ മുട്ടമാലയുടെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ഇതിൽ കാരമൽ കൂടി ചേർക്കുന്നതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല കിഡിലും പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മുട്ടയും പാലും പഞ്ചസാരയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഇത് സോഫ്റ്റ് ആയിട്ടാണുള്ളത് എന്ന്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. പഞ്ചസാരയൊന്നും കൂടുതലല്ല, ഒരു മീഡിയം മധുരത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മുട്ടയും മുട്ടമാലയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്തായാലും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക് യു.